ഹായ് ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം എൻ്റെ വീഡിയോയിലേക്ക്. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നാടൻ രുചികളുടെ കൂട്ടായിട്ടുള്ള നമ്മുടെ അവിയലാണ് കേട്ടോ. കാന്താരിയും പിന്നെ നമ്മുടെ തേങ്ങ ചിരകിയത് നമ്മൾ അതിലിട്ട് ചേർത്തുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കാം. ഗ്യാസ് കത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് പച്ചക്കറി വേകാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ അവിയലിന് വേണ്ട ചേരുവകളാണ്. പടവലങ്ങ, ക്യാരറ്റ്, ചേന, വെള്ളരിക്ക, പാവയ്ക്ക, പച്ചക്കായ, പിന്നെ മുരിങ്ങക്കോല്. അപ്പം നമ്മളിവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേകാൻ വേണ്ടിയിട്ടുള്ള 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു നുള്ളു നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ അല്ലേ. അപ്പോൾ നമ്മൾക്ക് അതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ചെറുള്ളി ഒരു 10 എണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കാന്താരി അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് മിക്സിയുടെ ജാർ അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. പേസ്റ്റ് പരുവത്തിലാക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ അരപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചാൽ മതി. നമ്മൾ ഇതിൻ്റെ അകത്ത് ജീരകം ഇട്ടായിരുന്നു. ജീരകം ഇടുന്നത് പറയാൻ മറന്നു പോയോണ്ടാണ് കേട്ടോ. നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1/4 കപ്പ് തൈര്, നമ്മുടെ നാടൻ തൈര്, വീട്ടിലുണ്ടാക്കിയ തൈരാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, 1 കപ്പ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മളിത് ഉടയാത്ത പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വേറെ ചേരുവകളൊന്നും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കിയൊക്കെയാണ് എളുപ്പത്തിൽ നല്ല രുചിയും ഇപ്പോൾ തന്നെ നല്ല മണവും രുചിയൊക്കെയാണ് ഇതിന്. അപ്പോൾ അത് നമ്മൾ കാന്താരിയും പിന്നെ ചെറുള്ളിയും പിന്നെ നമ്മളുടെ ജീരകവും പിന്നെ കരിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ടിട്ടാണ് നമ്മൾ അരച്ചെടുത്തത്. അത് അധികമൊന്നും നമ്മൾ പേസ്റ്റ് പരുവത്തിലാക്കിയില്ലല്ലോ, ഒന്ന് ഉടച്ച് നമ്മൾ എടുത്തതേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് നല്ല രുചിയും മണമായിരിക്കും. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് കരിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കതിലേക്ക് കരിവേപ്പില ആഡ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇറ്റിക്കാം. എന്നിട്ട് നമുക്കതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നമ്മൾ നല്ല മണം വരുന്നുണ്ട്, കൊതിയും വരുന്നുണ്ട് തിന്നാനായിട്ട്. എനിക്ക് നമ്മുടെ അവിയൽ തോരൻ ഇവിടെ അസലായിട്ട് തയ്യാറായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇന്ന് അവിയലും രസവും, അതൊക്കെയല്ലേ ഒരു രസം. രസവും പിന്നെ അച്ചാറും പപ്പടവുമാണ് ഞങ്ങൾക്ക് ഇന്നിവിടെ. നിങ്ങൾക്ക് അവിടെ എന്തുവാ ഒന്ന് കമൻറ്റിൽ പറയണേ. തന്ന സപ്പോർട്ടിനൊക്കെ നന്ദി പറയുന്നു. വീണ്ടും സ്കിപ്പ് ചെയ്യാതൊക്കെ എൻ്റെ വീഡിയോ കാണണം. താങ്ക് യു.